ഞങ്ങളൊരു മീൻപിടുത്തത്തിലാണ്. ഇതൊരു കിണറാണ്. കിണറിനുള്ളിലുള്ള മീനിനെ നമ്മൾ വല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും ഈ ഐഡിയ അറിയില്ല കാരണം. അപ്പോൾ നിങ്ങൾ ഈ മീൻപിടുത്തം ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. കാണിച്ചു തരാം. ഈ മീൻപിടുത്തം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണറിനകത്ത് അടിയിൽ മീനുകളുണ്ട്. നമ്മൾ ഈ വല ഇതിൻ്റെ ചുറ്റുപുറം റൗണ്ട് ചെയ്തിട്ടിടും. എന്നിട്ട് ഒരു 2 ഇഞ്ച് വെള്ളത്തിൽ താത്തിയിട്ട് അടിയിലാക്കിയിട്ട് കമ്പ് കൊണ്ട് കുത്തി വെക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ മീനുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരും. അവർക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. അന്നേരം വലയിൽ കുടുങ്ങും. 2 വിധത്തിൽ നമുക്കിത് പിടിക്കാം. ഇങ്ങനെ മൊത്തത്തിൽ ഫില്ലാക്കിയിട്ട് വല താത്തി വെക്കുക. എന്നിട്ട് മീനുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ അതിൽ പണിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കിട്ടും. മീനിന് ഒരു നിശ്ചിത സമയം വരെ വെള്ളം കുടിക്കാതെ വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടും. അപ്പോൾ അവരെന്തായാലും വരും. പിന്നെ മറ്റൊരു വിദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളെന്ത് ചെയ്യും, ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കും. അതിനകത്തുനിന്ന് മീൻ എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. ആ മീനിനെ നമ്മൾ പുറത്തിട്ട് പിടിക്കും. അപ്പോൾ ഈ 2 മെത്തേഡാട്ടാ. ചെറിയ മീനുകൾ കേട്ടോ, വലൻ്റെ മേലെയാണ് മൊത്തം. ഇതിനടിയിൽ നമ്മളെ വല ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കളറ് കലങ്ങിയതുകൊണ്ട് കാണായ്യ. ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. കടുവാ വലുതാ? കൈ നോക്ക് കേട്ടോ. വെറുതെ അല്ല എന്നെ കുത്താത്ത്. മുയ്യ അങ്ങ് ജീവൻ കൊടുക്കണോ? വേണം കേട്ടോ. ആഫ്രിക്കനല്ല, നാടനാടാ. മുഴുവൻ്റെ കുട്ടിയാട്ടത്. വെള്ളത്തിലാക്കണല്ലോ. നല്ലൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. വലുത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഒന്ന് കാണിച്ചാട്ടാ. അടച്ചോ വരാലാണ്. ഓക്കെ. വലൻ്റെ മേലെ ഒരുപാട് മീൻ കയറിയിരിക്കുന്നു കേട്ടോ. സൈഡിൽ നമ്മൾ ചെറിയ ഗ്യാപ്പ് കൊടുത്തിരുന്നു. ആ ഗ്യാപ്പ് കൂടിയ മീനെല്ലാം ഇപ്പം നടുക്ക നിൽക്കുന്നുണ്ട്. അടിയിൽ വലയും മേലെ മീനും നിൽക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വല പൊക്കുമ്പോൾ അതെല്ലാം കിട്ടും. നമ്മൾ വല പൊക്കണം. വലയിൽ മീൻ കുറവാണ്. കിണറിൽ മീൻ കുറവാണ്. നമ്മൾ ഇനിയും പിടിക്കും. സാധാരണ നമ്മൾ 2-3 വട്ടമായിട്ടാണ് പിടിക്കൽ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പാടത്തൊക്കെ വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം പാടത്താണ് മീനുകളൊക്കെ ഉള്ളത്. അത് മൊത്തമായിട്ട് ഈ കിണറിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കൂടും. ഞാൻ തേണ്ടി ഞാൻ ഇവിടെ പിടിക്കാം. അപ്പം നടുക്കുണ്ടായിരുന്ന മീനുകളൊക്കെ ഇപ്പം അതിനകത്തുണ്ട്.
അതിനൊക്കെ ഇപ്പോൾ നമ്മൾ വലൻ്റെ ഉള്ളിൽ 4 സൈഡത്തെ കുറ്റിയൊക്കെ ഒഴിവാക്കി നമ്മളിപ്പോൾ വല അങ്ങോട്ട് കൂട്ടി പിടിച്ചിരിക്കണം. അപ്പോൾ ഈ മീനുകളതിനകത്ത് എത്ര മീൻ അകത്ത് കയറിന് അതെല്ലാം ഇപ്പോൾ ഈ വലക്കുള്ളിലുണ്ടാവും. വരാൽ കുറവാണ്. വരാലിന് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൻ എന്നിട്ട് പറയാം. അഴിഞ്ഞ് വേറെ ഈ കിണറ്റിൽ തന്നെ ഈ കിണറിൽ നമ്മളൊരു പൊടുത്തും കൂടി പിടിക്കും. കേട്ടോ മീൻ കുറവാണ്. നമ്മൾ പ്രതീക്ഷിച്ചത്ര മീനില്ല കിണറിൽ. വന്ന സ്ഥിതിക്കൊന്ന് ഞങ്ങൾ ഇട്ടതാണ്. അതെ, പൊക്കിയ മീനുകൾക്ക് അറിയാൻ തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും വന്ന് മീൻ പിടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് കടുവട്ടോ, കൈ നോക്കണേ. രസമുള്ള മീനാണല്ലേ. ഇപ്രാവശ്യത്തെ പൊരിക്കോളോടെ ഇത്ര വലുതായില്ലേ? ഉണ്ടല്ലേ, 5-10 ഉണ്ടല്ലേ. ഞാൻ ഒരു വട്ടം കറി വെക്കാനുള്ളതൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ നടപ്പ് വരുത്താൻ ഇവിടെയൊക്കെ നെൽപ്പാടങ്ങളാണ്. ഈ നെൽപ്പാടത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഒരു ചാലുണ്ട്. ഈ ചാലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ കിണർ. ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഇതിന് നടുക്കൊരു ദ്വീപ. ഇതിലാണ് നമ്മളെ മീൻപിടുത്തം. ഒരു 10 ദിവസം കൂടി കഴിയണം. എന്നാൽ പിന്നെ ഈ പാടത്തുള്ള മീനുകൾ മൊത്തം അതിലൂടെ അതിലേക്ക് കയറും. നമ്മൾ പിടിച്ച മീനുകളാണിത്. മിക്സഡാണ്. വരാലും സിലോപ്പിയും എല്ലാം ഉണ്ട്. ഒരു മുഴുവനെ കിട്ടിയിട്ടുണ്ട്. മുഴുവനെ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജീവന കൊടുക്കാനായി വേണം.